താങ്ക് യു മെസ്സി, ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ നമ്മൾ പലരുടെയും വിഷമം കാണുകയായിരുന്നു. നമ്മുടെ റഹീം MP-യുടെ മകനൊക്കെ കരച്ചിൽ നിർത്താത്ത ദൃശ്യങ്ങൾ കാണുമായിരുന്നു. അതിൽ തോൽവിക്കപ്പുറം ഇത് തന്നെയാണ് കാര്യം. മെസ്സിയെ ആരാധിക്കുന്നവർക്ക് മെസ്സി ഇനി ലോകവേദിയിലില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ അവസാന മത്സരത്തിൽ ഇങ്ങനെയല്ലല്ലോ വിടവാങ്ങേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഹൃദയം കൊണ്ട് ഒരു കളിക്കുന്ന ടീമായതുകൊണ്ട് കൂടിയാണ് നമുക്ക് അങ്ങനെ തോന്നിയത്. ഏതായാലും ഒരു തലമുറ മാറ്റത്തിന് കൂടി വേദിയാകുന്നു. എങ്ങനെയായിരിക്കും ഈ ലയണൽ മെസ്സി ഇല്ലാത്ത അർജന്റൈൻ സംഘം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വലിയൊരു ആശങ്ക കൂടി മുന്നിലുണ്ട്. കാരണം ഓരോ സമയത്തും മറഡോണ കഴിയുമ്പോൾ അവർക്ക് പാറ്റി വന്നിരുന്നു, ക്രെസ്പോ വന്നിരുന്നു, റിക്വൽമി വന്നിരുന്നു, അങ്ങനെ ഓരോ അതിനിടയിൽ ഐമർ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്ലേയേഴ്സ് ഇങ്ങനെ വന്നും പോയും ഇരുന്നത്. പക്ഷേ കുറേ നാളുകളായി അവിടെ ഒരു 20 വർഷക്കാലമായി ഒരാൾ അവിടെ കസേരയിട്ട് ഇരിപ്പുറപ്പിച്ചിരുന്നു. അത് ലയണൽ അതിനെ ചുറ്റിയാണ്. ഇപ്പോൾ സൂര്യനുണ്ട്, അതിനെ ചുറ്റി മറ്റേ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പോലെ ആയിരുന്നതാണ്. അതിനോടൊപ്പം തന്നെ സ്കലോണി എന്ന പരിശീലകൻ അദ്ദേഹം ഇനി ടീമിനൊപ്പം ഉണ്ടാകുമോ, ഡിസംബർ വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ വികാരാധീനാണ് നമ്മൾ കണ്ടത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മെസ്സി ഇന്നലെ തന്നെ തുറന്ന കത്തെഴുതിയിരുന്നു ആരാധകർക്ക്. ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു. ഒരു മുൻകൂർ ജാമ്യം എടുക്കലായിരുന്നു എന്നറിയില്ല, പക്ഷേ ഏതായാലും അതും വൈകാരികമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അത് വൈകാരികം തന്നെയാണ്. ഏത് ഫുട്ബോൾ പ്രേമിക്കും ഇപ്പോൾ അർജന്റീനയെ ഇഷ്ടപ്പെടുന്നതോ അല്ലാത്തതോ ആയ ആളുകളാകാം. പക്ഷേ മെസ്സി എന്ന ആ ഇതിഹാസ താരം ലോകകപ്പിൽ നിന്ന് നമ്മൾ CR7-ൻ്റെയും നെയ്മറുടെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ അതിനു മുകളിൽ തന്നെയാണ് മെസ്സി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.